നല്ല പടമാണ്, നല്ല ആക്ഷൻ പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നല്ല രീതിക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട പടമെന്ന് ഞാൻ പറയും. യെസ് കാരണം ഇതുപോലൊരു മണലുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ആദ്യമായിട്ടാണ്. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്, ഇറ്റ്സ് ഗുഡ് മൂവി. എല്ലാവരും വന്ന് കളിച്ചു. പവറാണ്, ആ പോസ്റ്റർ പോലെ തന്നെ പവർ പാക്ഡ് സാധനം തന്നെയാണ്. മേക്കിംഗ് നല്ല രസം, ആക്ഷൻ നല്ല രസം, BGM ഇസ് കിടിലം ആൻഡ് ന്യൂ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ മാസ് മാത്രമേ ഉള്ളൂ, അപ്പം അത് പ്രതീക്ഷിച്ച് പോക്കാൻ നല്ല രസമാണ്. സോങ്സ് നല്ല, പിന്നെ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ വന്ന കാരണം നമുക്ക് ഒരു റീഗെയിൻ വാല്യൂ ഉണ്ട്, കേട്ടുള്ള ഒരു ഇതുണ്ട്. സോ നൈസ് മൂവി. അത് ആണ്. പിന്നെ ഒരു എന്താ പറയണ ടുഗദർനെസ്സിൻ്റെ ഒരു സിനിമയാണ്. ആൻഡ് പോസ്റ്റർ പോലെ തന്നെ അടി ഇടി പ്രതീക്ഷിച്ചു പോക്കോ, പാട്ട് കിടിലം. അടിപൊളി, അടിപൊളി പവറാണ്. ത്രില്ലിംഗ് ആണ് പടം, ത്രില്ലിംഗ് ആണ്, പക്കാ മാസം, അടിപൊളി പടമാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നൊരു പടം. അത്യാവശ്യം സ്റ്റണ്ടുള്ള ഒരു ആക്ഷൻ മൂവിയാണ്, അങ്ങനെ ഒരു സ്മഗ്ലിംഗ് മൂവിയാണ്. നമ്മൾ പണ്ട് റൺവേ ഒക്കെ പോലത്തെ ദിലീപിൻ്റെ ഒക്കെ പോലത്തെ ഒരു പടമാണ് അവർ ചെയ്തേക്കുന്നത്. ജസ്റ്റ് കണ്ടിരിക്കും. ഹക്കീമിൻ്റെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. ഇത്ര നാളും ചെയ്തതിൽ ടോട്ടലി ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല എഫേർട്ട് ചെയ്തേക്കുന്ന പടമാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇനി ഒരു യുവനിരയിലോട്ട് വരാനുള്ള ഒരു മെയിൻ നായകനാണ് ഹക്കീം എന്ന് പറയുന്നത്. പെർഫോമൻസ് വൈസ് ഓക്കെയാണ് പടം. പിന്നെ ഈ ജാഫർ ഇടിക്കാണെങ്കിലും ഹരിസ് കശ്യപനൊക്കെയാണെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെ വെച്ചേക്കുന്നത്. കൊള്ളാം. ഗംഭീര കടകൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എന്താ പറയുക, ഒരു ഫൈറ്റിൻ്റെ മാക്സിമമാണ്. ഹക്കീം ഷാജഹാൻ ശരിക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു എല്ലാം തികഞ്ഞൊരു നായകൻ എന്നുള്ള രീതിയിലേക്ക് ഉയരുന്നുണ്ട് പടത്തിലൂടെ, ഗംഭീരമായിട്ട്. എല്ലാവരും കാണും, നല്ല പടമാണ്. എന്താ പറയുക, ഹക്കീം ഷാന് വേണമെങ്കിൽ ഒരു ഉപയോഗപ്പെടുത്തുന്നത് നടനാണ്. കുറച്ചുകൂടി നല്ലൊരു കഥയും തിരക്കഥയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു നായകനായിട്ട് ഓടുന്ന എല്ലാ സാധ്യതയും ഹക്കീം ഷായ്ക്കുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഹക്കീം ഷാ.